നമസ്കാരം. ശ്രീഭദ്ര കിരണന്റെ അച്ഛനും അമ്മയാണ് ഉള്ളത്. അച്ഛന്റെ പേരെന്താണ്? കിരൺ സിദ്ധാർത്ഥ്. കിരൺ സിദ്ധാർത്ഥ്. അമ്മയുടെ പേരെന്താണ്? ജല. അച്ഛന് എങ്ങനെ തോന്നുന്നു ഈ മകളുടെ ഈ വിജയത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? ഇത് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ നമ്മൾ ചില ലാസ്റ്റ് ഇയറിലും അവൾ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു, അന്ന് വിജയിക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യവും ടഫാവുമെന്ന് വിചാരിച്ചപ്പോൾ പോയത്. പക്ഷേ അവൾക്ക് പ്രത്യേക ഒരു എനർജി കിട്ടിയ അന്ന് അതിലവൾ വിൻ ചെയ്തു. ഭയങ്കര സന്തോഷം തോന്നിയൊരു മൂവ്മെൻ്റാണ്. ഇങ്ങനെ കുട്ടീനെ മകളെ കളരി അഭ്യാസത്തിന് പറഞ്ഞയക്കാനായിട്ട് എന്തെങ്കിലും പ്രേരണ പ്രത്യേകിച്ച് എന്തെങ്കിലും തോന്നിയിരുന്നോ? അങ്ങനെ എനിക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. അന്ന് നമ്മുടെ ചുറ്റുപാടിൽ ഈ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഒന്നും സാധിച്ചില്ല. അപ്പം മുകളിലൂടെ അത് സാധിക്കട്ടെ എന്ന് അത് ഒരു മനസ്സിൽ ആഗ്രഹം തോന്നി. അങ്ങനെ അതിലേക്ക് വിട്ടാണ്. അമ്മയുടെ പേരൊന്നുകൂടി പറഞ്ഞ്? ജല. അമ്മ അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ എന്ന നിലയ്ക്ക് ഒരു പെൺകുട്ടിയെ കളരി അഭ്യാസത്തിന് പറഞ്ഞു വയ്ക്കുമ്പോൾ എന്താണ് അമ്മയുടെ ഒരു മാനസികാവസ്ഥ? എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയത്. അവൾക്ക് ഒരു ധൈര്യം, അവള് തീരെ അങ്ങനെ ധൈര്യമുള്ള കുട്ടിയായിരുന്നില്ല. അപ്പോൾ ഇതില് കളരിയിൽ കയറിയപ്പോൾ വളരെയധികം കോൺഫിഡൻസ് അവൾക്ക് വന്നെന്ന് എനിക്ക് തോന്നി. ചെറിയ മോളും ഉണ്ട്, അവളും പോകുന്നുണ്ട്, രണ്ടുപേരെയും കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരു പ്രത്യേക ടൈമിങ്ങും അവർക്ക് നല്ല ചിട്ടയായ ഒരു കളരി അഭ്യാസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല മാഷും അവരെ ഗുരുക്കന്മാരും ഒക്കെ നല്ല റെസ്പെക്റ്റും എല്ലാ കാര്യങ്ങളും അവർക്ക് ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ അവർ കൊണ്ടു നടക്കുന്നുണ്ട്. നല്ല അച്ഛന് ഇങ്ങനെ പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള കായിക അഭ്യാസങ്ങൾക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാനെല്ലാം സപ്പോർട്ടാണ്. ഞാനത് സ്കൂളിൽ പറയും അവൾ സ്പോർട്സിൽ ചേരണം. അതിൽ ഡാൻസും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭരതനാട്യം, മ്യൂസിക്കിന്, സംഗീതമുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിൽ അച്ഛൻ പറയും സ്പോർട്സും വേണം കേട്ടോ നമുക്ക്. അപ്പൊ സ്പോർട്സ് സ്കൂളിൽ 200 400 മീറ്റർ ഇതിൽ വിന്നറാണ് ആള്. പിന്നെ അപ്പൊ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കലകളാണ് കളരി. അപ്പോൾ അത് കരാട്ടേക്കാളും കൂടുതൽ കളരിയാണ് എനിക്ക് താല്പര്യം തോന്നി. അപ്പോൾ അത് മോളെ പറഞ്ഞേക്കുന്നതിൽ യാതൊരു വിഷമവുമില്ല. ശരിക്കും പറഞ്ഞാല് അച്ഛന്റെയും അമ്മയുടെയും പൂർണ്ണമായ സപ്പോർട്ട്, പിന്തുണ ഇക്കാര്യത്തിനുണ്ട് അല്ലെ? അനിയത്തി ഇവിടെ ഉണ്ടോ ശരിക്കും? ഇല്ല, ഇന്ന് ക്ലാസ് ആണ് അല്ലെ? അനിയത്തിയുടെ പേരെന്താണ്? ശ്രീഭാഗ്യ കിരൺ. ശ്രീഭാഗ്യ കിരൺ അല്ലെ? എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത് അനിയത്തി? 4th പഠിക്കുന്നത് അല്ലെ? അപ്പൊ വീട്ടിൽ ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ നടത്താറുണ്ട്? രണ്ടുപേരും കൂടി ഇരുന്നിട്ട് പ്രാക്ടീസ് ഒക്കെ നടക്കാറുണ്ട് അല്ലെ? അത് രാവിലെ അവർ ഒരു 6:30 മോർണിംഗിൽ കഴിഞ്ഞിട്ട് വന്ന് മുറ്റത്ത് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റെഗുലർ ചെയ്യാറുണ്ട് പ്രാക്ടീസ് രാവിലെ. actually അത് ഒരു എക്സസൈസ് മാറിയിട്ട് തന്നെ അത് പറയാം. പിന്നെ അപ്പോൾ പിള്ളേർക്ക് മക്കൾക്ക് അപ്പോൾ രാവിലെ എണീക്കാനും ഒരു പ്രചോദനമാണ് വെച്ചാൽ. അപ്പോൾ 6:30 കഴിഞ്ഞിട്ട് വാമപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 7 o'clock സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തണം. അപ്പം അങ്ങനെയൊക്കെ അത് റെഗുലറായി ചെയ്ത് വരുമ്പോൾ അവർക്കൊരു റുട്ടീനായി അത് വരുന്നു ജീവിതത്തിൽ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്? വല്ല അസുഖങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കും. അമ്മ അതിനനുസരിച്ചുള്ള ഭക്ഷണ സംവിധാനങ്ങളൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നതിൽ ഇവരെ ഗുരുക്കന്മാര് പറയുന്ന പോലെയുള്ള ഭക്ഷണങ്ങൾ എന്താണ് പ്രത്യേകിച്ച് വെജാണ് കൂടുതൽ ഒരു പ്രിഫർ ചെയ്യുന്നത്. ചിക്കൻ അധികം വേണ്ടെന്ന് പറയാറുണ്ട്. ഫിഷ് ഒക്കെയാണ്. പിന്നെ കളരിയിൽ ചെല്ലുമ്പോ വെജ് കഴിച്ച് ചെല്ലാനാ പറയാ. അവർക്ക് കുറെ കായിക അഭ്യാസങ്ങളുള്ള കാരണം വെജ് കഴിച്ച് പ്രിഫർ ചെയ്യുന്നത് അതാണ്. എല്ലാവർക്കും നമസ്കാരം. ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം. കേരള സംസ്ഥാന ലെവലിൽ കളരി ഹൈ കിക്ക് എന്ന ഇനത്തിൽ 1ാം സ്ഥാനം നേടിയ ശ്രീഭദ്ര കിരണാണ് നമ്മുടെ മുന്നിലായിട്ട് കാണുന്നത്. നമുക്ക് ഈ മത്സരത്തെക്കുറിച്ച് ശ്രീഭദ്രയോട് ചോദിക്കാം. അതുപോലെ തന്നെ ശ്രീഭദ്രയെ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. മോളെ ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എവിടെയാണ് പഠിക്കുന്നത്? കാർമൽ സെൻട്രൽ സ്കൂൾ വലപ്പാട്. അവിടുത്തെ മോളെ ക്ലാസ് ടീച്ചർ ആരാണ്? മിസ് മോളി ടീച്ചറാണ്. മിസ് മോളി ടീച്ചർ. ഓക്കെ. അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സിസ്റ്റർ മാഗി ജോസഫ്. അതുപോലെ തന്നെ വൈസ് പ്രിൻസിപ്പൽ ഹംബിളി സിസ്റ്റർ. മോളെ എവിടെയാണ് മോള് ഇത് പഠിച്ചത്, കളരി പരിശീലനം നടത്തിയത്? ഞാൻ ചാടൂരുള്ള KKG കളരിയിലാണ്. ഈ ചാടൂരുള്ള KKG കളരി സെന്റർ ആരാണ് നടത്തുന്നത്? അശോകൻ ഗുരുക്കളുടെ കീഴിലുള്ള അമൽ മാഷാണ് നടത്തുന്നത്. അശോകൻ ഗുരുക്കളുടെ കീഴിലുള്ള അമൽ മാഷാണ് നടത്തുന്നത് അല്ലേ? ഓക്കെ. മോള് ഹൈ കിക്കിലാണ് മോൾക്ക് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞു കേരള സംസ്ഥാന ലെവലിൽ. അപ്പോൾ അതെന്താണ് മോളെ ഹൈ കിക്ക് എന്ന് പറഞ്ഞാൽ? അത് ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ ജമ്പ് ചെയ്ത് കിക്ക് ചെയ്യുന്നതാണ് ഹൈ കിക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഉയരൊക്കെ എത്ര ഉണ്ടായിരിക്കും? അത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. ഇക്കൊല്ലം ഞാൻ 7.3 ഫീറ്റ്
ഫീറ്റ് ആണ്. 7.3 ഫീറ്റ്. അത് നല്ല ഉയരമാണല്ലോ അല്ലേ? മോളേക്കാളും ഉയരം കൂടുതലാണല്ലോ അല്ലേ? അതില് ജമ്പ് ചെയ്ത് കിക്ക് ചെയ്യണം അല്ലേ? അതിന് ജമ്പ് ചെയ്ത് കിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. ശരി, അത് സൂപ്പർ ആയിട്ടുണ്ടല്ലോ, ഭയങ്കര തന്നെ ആയിട്ടുണ്ടല്ലോ അല്ലേ? അത്രയും ഒരു പെർഫോമൻസ് കാണിക്കാന്നൊക്കെ ഒന്ന് പറഞ്ഞാല് അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ്, ആദ്യം തന്നെ തരണ്ടാണെങ്കിലും ഒന്നുകൂടി പറയാണ്, ഏറെ അഭിനന്ദനങ്ങൾ നേരുന്നു. പെരിങ്ങോട്ടുകര എന്ന ദേശത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് മോള് ഇങ്ങനെ ഈ രീതി കൊണ്ട്. അപ്പോൾ അതിൽ അറിയപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാർ അവരും അറിയേണ്ടതാണ്, പെൺകുട്ടികളെ അറിയേണ്ടതാണ്. സ്വയം പര്യാപ്തത നേടുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അഭ്യാസങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി ഞാൻ വേറെ കാര്യം ചോദിക്കുകയാണ്. ഇങ്ങനെ സമ്മാനമൊക്കെ കിട്ടി, അതൊക്കെ ഓക്കെ തന്നെ, അഭിനന്ദനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ അഭ്യാസങ്ങൾ പോയി കഴിയുമ്പോൾ ശാരീരികമായും മാനസികമായിട്ടും എന്ത് പ്രത്യേകതകളാണ് മോൾക്ക് അനുഭവപ്പെട്ടത്? ഞാൻ നല്ല ആക്റ്റീവായി, പിന്നെ നല്ല കോൺഫിഡൻസും ഉണ്ട് എനിക്ക്. പണ്ടത്തെക്കാളും കൂടുതൽ കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ തോന്നുന്നത്? ഇതിൽ വ്യത്യാസം കാണുന്നുണ്ടോ? നല്ല വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. നല്ല ധൈര്യം വന്നു. അപ്പൊ നമുക്ക് അവർക്ക് തന്നെ ഒരു അത് ഇത് ഈ കളരിയുടെ ഒരു ഗുണം അതല്ല, ആ ഒരു അച്ചടക്കത്തോടുള്ള പരിശീലനം ഇതൊക്കെ ആകുമ്പോൾ അവർക്കും മാനസികമായിട്ട് അവരും അതിനനുസരിച്ച് അവരുടെ മൈൻഡ് സെറ്റ് ആവുന്നതനുസരിച്ച് അവരുടെ ഹാപ്പിനെസ്സും പിന്നെ അവരുടെ ജീവിത രീതികളൊക്കെ മാറി നല്ല ആക്റ്റീവായി നടക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട് നമുക്ക് എല്ലായിടത്തും. ഇപ്പോൾ ആ ധൈര്യം ആൾക്കാരൊക്കെ ഫേസ് ചെയ്യുമ്പോൾ ഉള്ളതൊക്കെ എല്ലാ കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക്. അതിനിപ്പോൾ നമ്മൾ അതിന് മെയിൻലി അതാണ് നമുക്ക് അത്രയും നമുക്ക് ആവശ്യം ഉണ്ടാകുന്നത്. വെച്ചാൽ എല്ലാവരും ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് വെച്ചാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പഴയ രീതിയിലല്ലോ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഓപ്പണായിട്ടുള്ള ഔട്ടിംഗ് ഒക്കെ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ പുറത്തിറങ്ങി ഇപ്പോൾ പെൺകുട്ടികളെ കാലഘട്ടം എന്നല്ലേ പറയുക. ഇപ്പോൾ ജോലി ചെയ്യലായാലും ഒക്കെ അവരുടെ രീതിയിലുണ്ടല്ലോ. അപ്പോൾ അതിനുള്ളൊരു ബേസിക് ഒരു ഇതാണ് സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ. അപ്പോൾ ഇനി അവർക്ക് ഫർദർ വലുതാവുമ്പോൾ അതിനൊരു മോട്ടിവേഷൻ ആവട്ടെ എന്തായാലും. അച്ഛനിപ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ അബുദാബിയിലുണ്ട്. അതിലെന്തിനാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ മൾട്ടിനാഷണൽ യൂറോപ്യൻ കമ്പനിയിൽ സെയിൽസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അമ്മയാണ് കൂടെ, അതുകൊണ്ട് പലപ്പോഴും മോളെ കൂടെ ഉണ്ടാവാറ് അല്ലേ? അപ്പോൾ പോകുന്നതിന് മുമ്പുള്ള ശ്രീഭദ്രയെ അമ്മയ്ക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തുണ്ടാവും. ഇപ്പൊ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ശാരീരിക മാനസിക ഇതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയാണെന്ന് മനസ്സിലാക്കുന്നു. അമ്മയുടെ അഭിപ്രായം എന്താണ് ഇതിന്? എൻ്റെ അഭിപ്രായത്തിൽ അവൾക്ക് നല്ല മാറ്റമുണ്ട്. ഫസ്റ്റൊക്കെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ഭയങ്കര ഒരു ടെൻഷൻ പോലെയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നല്ല കൂളായി. ഇപ്പോൾ അവരുടെ സാറന്മാരുടെ എല്ലാ സപ്പോർട്ടും എല്ലാം കൊണ്ട് അവൾ നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി നല്ല മെച്ചുറായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നല്ല മാറ്റം അവളിൽ ഞാൻ കാണുന്നുണ്ട്. സ്കൂളിലൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒക്കെ അവതരിപ്പിക്കാനൊക്കെ പറ്റാറുണ്ടോ? ഇത് 4 ആളുടെ മുന്നിലൊക്കെ സംസാരിക്കാനോ അല്ലെങ്കിൽ പെരുമാറാനോ ഒക്കെ സാധിക്കുന്നുണ്ടോ? ആ ലജ്ജാച്ചിയിലൊക്കെ പോയോ മോൾക്ക്? പോയിട്ടുണ്ട് അല്ലേ? ഇനി ഇങ്ങനെ ഒന്നിലും പങ്കെടുക്കാത്ത കുട്ടികളോട് മോൾക്ക്, അതായത് പ്രത്യേകിച്ച് മോളുടെ പ്രായത്തിലുള്ള കുട്ടികളോട് ഇതിനെ സംബന്ധിച്ച് മോൾക്ക് എന്താണ് പറയാനുള്ളത്? ഇങ്ങനെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട്, ശാരീരിക പരിശീലനവുമായി ബന്ധപ്പെട്ട് ആണ് ചോദ്യം. അത് പൊതുവേ നല്ലതാണ്. ഇങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോൺസെൻട്രേഷനും പിന്നെ ഫിസിക്കൽ സ്ട്രെങ്ത്തും മെന്റൽ സ്ട്രെങ്ത്തും ഒക്കെ ഇതിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അച്ഛൻ്റെ അഭിപ്രായം എന്താണ് കുട്ടികളെ എങ്ങനെ പറഞ്ഞേക്കുന്നത് സംബന്ധിച്ച്? 2 കുട്ടികളെയും അതില് ശരിക്കും ഇപ്പൊ ഇതിനു വേണ്ടി ഇപ്പൊ സമയം കണ്ടല്ലോ. ഇപ്പൊ അറിയാലോ, ഇപ്പൊ CBSE അപ്പൊ എത്ര പഠിക്കാൻ ഇഷ്ടം പോലെ വിഷയങ്ങളും അതിനനുസരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്കാണ് വരുന്നത്. സാധാരണ മാതാപിതാക്കള് പഠിപ്പ് എന്ന് പറഞ്ഞ് കുട്ടികളെ പിന്നാലെ നടക്കുകയാണ്. ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് പറഞ്ഞയക്കുമ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ് അടുത്ത് തന്നെ വരുന്നത്. അതിനൊക്കെ മാർക്ക് കുറയുമോ എന്നുള്ള പേടിയില്. പക്ഷെ അതിൽ നിന്ന് വിട്ടിട്ട് ഇതിനു വേണ്ടി കൃത്യമായി സമയം കണ്ടെത്തുകയും ആഴ്ചയിൽ 2 ദിവസം പരിശീലനം എന്ന് പറഞ്ഞ് ആഴ്ചയിൽ 2 ദിവസം. ഇപ്പൊ ഈവനിങ് ചില ദിവസങ്ങളിൽ ഈവനിങ് ക്ലാസ് ഉണ്ടാവാറ്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം കഴിഞ്ഞാൽ മോർണിംഗ് 6 o'clock 6 മണിക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് 8 മണിയാകുമ്പോൾ വരുന്ന ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള സമയം പഠിക്കാനുള്ള മാക്സിമം നമ്മൾ പറഞ്ഞിട്ട് അതിലിരുത്തി അങ്ങനെയാണ്. അപ്പോൾ എല്ലാം കൂടി കൊണ്ടുപോകണം. അതിനുള്ള സമയം നമ്മൾ തന്നെ കണ്ടെടുത്താൽ അപ്പോൾ അവരും കൂടി ഉഷാറാവും. അത് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഉഷാറാവെന്ന് പറഞ്ഞാൽ ശാരീരികമായി ഉഷാറായി കഴിഞ്ഞാൽ മാനസികമായി ഉഷാറ് വരുന്നുള്ള ഒരു തിയറിയാണ് ഇവിടെ അല്ലെ ഉപയോഗിക്കുന്നത്. അത് തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു അല്ലേ? അതിന്റെ സന്തോഷം വന്നുകൂടി ഇനിയിപ്പോ അവർ കോൺഫിഡൻസ് ഒന്നുകൂടി കൂടി എന്തെങ്കിലും വിൻ ചെയ്യാനുള്ള ഒരു ഇത് വരുമ്പോഴല്ലോ എല്ലാത്തിലും ഒന്ന് വിൻ ചെയ്യാൻ, എല്ലാത്തിലും ഒന്ന് ഒന്നാമനാവാനുള്ള ഒരു
ആ ഒരു ആഗ്രഹം വരട്ടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഒരെണ്ണം കിട്ടി സ്റ്റേറ്റ് ലെവലിൽ. ഇനി അടുത്തതിൽ ഇനി പഠിത്തത്തിലും ആ ഒരു ഇതിലേക്ക് ഉയരട്ടെ അല്ലേ? രണ്ടും കൂടിയാലേ ശരിയാവുള്ളൂ അല്ലേ? പ്രൊമോട്ട് ചെയ്തപ്പോ എന്താ പറയുക, അത് വെച്ചിട്ട് മോള് ആ പഠിത്തത്തിലും കൂടി A+ ഒക്കെ വാങ്ങിച്ച് ഇപ്പൊ 9th അല്ലേ, 10th വരെ അല്ലേ അടുത്ത പോലെ. അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് അവൾക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. അമ്മയുടെ അഭിപ്രായം എന്താണ് ഇതിനെക്കുറിച്ച്? അതെ, എൻ്റെ അഭിപ്രായം തന്നെയാണ്. പഠിക്കണം, പഠിപ്പിലേക്ക് കൊണ്ടുവരണം. പക്ഷേ ഇത് വളരെയധികം കോൺഫിഡൻസ് കൂട്ടുന്ന സംഭവമാണ്. ഇപ്പൊ തന്നെ കുട്ടികൾ തന്നെ നടക്കുമ്പോഴും ഇപ്പൊ നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന വരെ നമുക്കൊരു സമാധാനം ഇല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് നല്ല കോൺഫിഡൻസ് ആണ്. നമുക്കും പുറത്ത് വിടാനായിട്ട് ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകണമെങ്കിലും ഒക്കെ അവർക്ക് നല്ലൊരു കോൺഫിഡൻസ് കൊടുക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശ്രീഭദ്രയ്ക്ക് അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ ഈ അച്ഛനമ്മമാർക്കും ഒരു അഭിനന്ദനങ്ങൾ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ അവർക്ക് ഗൈഡൻസ് നൽകിയാൽ, അതുപോലെ തന്നെ പഠിപ്പിച്ച മാഷിൻ്റെ പേര് ഒന്നുകൂടി കൂടെ പറഞ്ഞ മോളെ? അമൽ മാഷ്. ഇവിടെ ഇല്ല, എന്നിരുന്നാലും അമൽ മാഷിനും അഭിനന്ദനങ്ങൾ നേരുന്നു. അതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ പേര് മോളി ടീച്ചർ അല്ലേ? അതുപോലെ തന്നെ കാർമൽ സ്കൂളിനും അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രീഭദ്രയുടെ ഈ വിജയം. സംസ്ഥാന ലെവലിലുള്ള വിജയം അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാളിനും വൈസ് പ്രിൻസിപ്പാളിനും ഒക്കെ പ്രത്യേകം അഭിനന്ദനങ്ങൾ ഇത്തരത്തിൽ സപ്പോർട്ട് നൽകിയതിന് സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ളത്. അതുപോലെ തന്നെ പെരിങ്ങോട്ടുകര ദേശത്തിൻ്റെ അഭിമാനമായിരിക്കുകയാണ് ശ്രീഭദ്ര. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.